ഈ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇനി രാഷ്ട്രീയ വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോകണ്ടേ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്ന ദിവസമാണെന്ന് പ്രവർത്തകർ ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതി വളയും എന്നാണ് പറയുന്നത്. കെജ്രിവാളിൻ്റെ ചോദ്യം ചെയ്യൽ പക്ഷേ ഇ ഡി ഇന്നും തുടരുമെന്ന് മറ്റു വാർത്തയും. ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരോടും ഈ വളയൽ സമരത്തിൽ ചേരാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും? അതേസമയം ഇ ഡിയുടെ പരാതിയുണ്ടല്ലോ, ചോദ്യം ചെയ്യലിനോട് അദ്ദേഹം സഹകരിക്കുന്നില്ല എന്ന്. എന്തൊക്കെയാണ് ഡൽഹി വാർത്തകൾ? തീർച്ചയായിട്ടും എസ് കെ, ഈ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോളി ആഘോഷത്തിൻ്റെ തിരക്കിലായിരുന്നു. എന്നാൽ ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും അവരുടെ സംഘടനാ ഘടകങ്ങൾക്കും ഒന്നും ഇത്തവണ ഹോളി ആഘോഷം ഉണ്ടായിരുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് അവർ ഹോളി ആഘോഷിക്കില്ല എന്നൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോളി ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിട്ട് നിൽക്കുമ്പോഴും പ്രതിഷേധം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ആം ആദ്മി കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതി വളയുന്ന സമരം നടത്തും എന്നാണ് ആം ആദ്മി പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഡൽഹിയിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. എസ് കെ, അത് അറിയാമല്ലോ. ജന്തർ മന്ദറിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ നടത്താനായിട്ട് അനുവാദമുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ട് വളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശക്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി പോലീസ് അടക്കമുള്ള ഏജൻസികൾ. അവർ തടയും, അല്ലെങ്കിൽ അതിന് അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആം ആദ്മി പ്രഖ്യാപിച്ചിരിക്കുന്നത് നടന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. അവർ ഈ DP ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ പ്രധാനമന്ത്രിക്ക് ഭയമാണ് എന്ന രീതിയിൽ അതേ ആശയം പ്രതിഫലിപ്പിക്കാനാണ് ഇതുവഴി ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഒരു മറുവശം എസ് കെ സൂചിപ്പിച്ചതുപോലെ ED ചോദ്യം ചെയ്യൽ, കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ED പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഫോണുകൾ നശിപ്പിച്ചു, ഏതാണ്ട് 147ഓളം തെളിവുകൾ നശിപ്പിച്ചു, ഇലക്ട്രോണിക് തെളിവുകൾ അദ്ദേഹം നശിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ED കോടതിയിൽ അറിയിക്കും. ഒപ്പം മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ ജലനിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാണ് ഉണ്ടായിരുന്നത്. ആ ഉത്തരവ് എങ്ങനെ പുറത്തു വന്നു, അഥവാ അത് നിലവിലുള്ള ഈ കസ്റ്റഡിയിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുന്നതിൽ കോടതിയുടെ അനുവാദം വേണ്ടേ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് ED തയ്യാറെടുക്കുന്നത്. അങ്ങനെ രണ്ടു പക്ഷവും അവരവരുടെ നീക്കങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ നിരത്തിലിറങ്ങുമ്പോൾ അത് ഡൽഹിയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാകുന്നു. സംഘർഷഭരിതമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരിക്കും ഇന്നും എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. എസ് കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.